ഫുള്ളാ കുടി. കനാൻഡി വേറൊരു സംഭവം ഉണ്ട്. എന്നതാ? സംഭവം എന്ന് പറഞ്ഞാൽ ബഹുവിശേഷമാണ്. എന്നാ சொல்லு. അമ്മൂമ്മയുടെ അമ്മൂമ്മയല്ലേ കറക്റ്റ് ടൈം. അമ്മൂമ്മ കനാൻഡി, ഞാൻ ഇപ്പൊ വാഴക്കാല ചെന്നപ്പോ അവിടുത്തെ ഒരു ബേക്കറി കയറി. നീ എന്തിനാ ഇപ്പൊ ബേക്കറി പോയത്? കടയപ്പം തിന്നാനായിരിക്കും. അല്ല അമ്മൂമ്മ, എനിക്കൊരാളെ കാണാണ്ടായിരുന്നു. ആരെ? ഒരാളെ കാണാൻ പോയടി. ഉണ്ടായിരുന്നു നീ അവിടെ? ചേട്ടാ പപ്സ് ഇന്നല്ലേ? ഇല്ലല്ലോ, തന്നില്ലല്ലോ. പപ്സ് ഒന്നുമില്ല. അമ്മൂമ്മ, ഞാനിന്ന് ബേക്കറി കയറിയപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. എന്ത് കാര്യം? നമ്മുടെ ആശാനെ ബേക്കറിയിൽ ഇന്നലെ കയറിയിട്ട് ഒരു കേക്കിന് ഓർഡർ കൊടുത്തേക്കണ്. ആശാനാ? ഏതാശാൻ? ശ്രീമാൻ ബാസ്യവർഗൾ. അതും ഹാപ്പി വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക്. ഇന്ന് രാവിലെ ഒന്ന് മേടിച്ചോണ്ട് പോയായിരുന്നു. അമ്മൂ, ഞാൻ ജംഗ്ഷനിലോട്ട് പോണ വഴിക്ക് ബാസ്യങ്ങളെ കണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങളെ കയ്യിൽ എന്തരുന്ന്? കയ്യിലടാ ചേനയടാ. അമ്മ ഭയങ്കരമായിട്ട് ചേന കൂട്ടാൻ വെക്കും, അത് വെക്കും ഇത് വെക്കും പറഞ്ഞിട്ട് മുങ്ങി അങ്ങ് പോയി. വെഡിങ് ആനിവേഴ്സറിയാ? ഓ കൊള്ളാം. ഇനി അവനത് ആഘോഷിക്കാൻ എങ്ങനെ പോവാന്നോ? അല്ല പിന്നെ എന്തിനു കേക്ക്? അതിന് പുഷ്പലത വന്നിട്ടുണ്ടോ? ஒருவேளை வந்திருக்கும் அம்மா. அதனால தானே பாசி அண்ணாவை இந்த பக்கம் எல்லாம் பார்க்கவே இல்லைல்ல. വന്നാലും മിണ്ടൂല. ആരെ അറിയിക്കുന്ന ഇഷ്ടമല്ല. അത് പാറു പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടാ. ആന്റി വന്നില്ലെങ്കിൽ അയ്യോ വന്നില്ല അയ്യോ വന്നില്ല അയ്യോ വന്നില്ല എന്ന് പറഞ്ഞ് ബാസ്യങ്ങൾ കരഞ്ഞോണ്ട് കിടക്കും. അതേ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാല് ആളുമില്ല ആവിയില്ല അനക്കവും കാണും. പണ്ട് ഇതേപോലെ പുഷ്പലത ഒരു ദിവസം നാട്ടിൽ വന്നു. 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തന്നെ അറിയണമെന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്ക്. നമ്മൾ അറിഞ്ഞത് കണ്ടു കഴിഞ്ഞപ്പോ പൊക്കി എടുത്തിട്ട് വന്ന് ദാണ്ട് നമ്മുടെ ആന്റി വന്നേക്കണ്, വന്ന് 10 ദിവസം മുമ്പേ വന്നെയാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി. അവനാളൊരു പേരും കള്ളനല്ലയോ, പക്ഷെ കാണുമ്പോ ഉണ്ടല്ലോ അങ്ങ് കഷ്ടം തോന്നും. പക്ഷെ എന്തിനും കൂടെ ആയിരിക്കുമല്ലോ. கேசு, நீ ഒന്ന് ഫോണിൽ കൂപ്പിട്ട് പാரு, അപ്പ தெரியுமே. ആന്റി ഇപ്പൊ വിളിക്കണ്ട, സംശയം തോന്നും. അത് അവള് പറഞ്ഞതിനും കാര്യമുണ്ട്. ഡയറക്റ്റ് ചോദിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. വേറെ വഴിയുണ്ട്. വേറെ വഴിയോ? എന്ത് വഴി? ஏதா யோசிச்சிருப்பான், பார்க்கலாம். പഠിക്കാനും കുറെ കിടക്കുന്നു. ഇപ്പൊ മാർക്കെല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ തലയിൽ കയറിയിട്ട് നിരങ്ങുമല്ലോ. ആ ബാസ്യങ്ങളെ, ഹലോ ഹലോ, എന്താ എന്തായി വീട്ടിൽ എത്തിയാ? ഓ വീട്ടിൽ എത്തി. വയ്യടെ ഭയങ്കര ചുമ. ചുമേ? നേരത്തെ ചുമയൊന്നും ഞാൻ കേട്ടില്ലായിരുന്നല്ലോ. നേരത്തെ ഇപ്പൊ വന്ന് കയറിയപ്പോഴേ. പറടാ. ആ ചേന കൊണ്ടു വെച്ചല്ലോ അല്ലേ? ചേന ചേന ഇവിടുന്ന് കവറി തൂക്കി പിടിച്ചോണ്ട് പോയ ചേന. ഓ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണടാ. ആണോ? ഈ ചേന ചെത്തുമ്പോളേ സൂക്ഷിച്ച് ചെത്തണം കേട്ടാ. ചിലപ്പോ ചെത്തുമ്പോ ചൊറിയും. അപ്പൊ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് അവിടെ കൈയൊറിയും കാലുറിയും അങ്ങനെ ദേഹം മൊത്തം ചൊറിയും കേട്ടാ. നീ ഒരുപാട് അങ്ങ് ചൊറിയണ്ട മക്കളെ കേട്ടാ. ചേന എന്ത് ചെയ്യാൻ പോണ്? ഉടച്ച് കറി വെക്കാൻ പോണോ ഉപ്പേരി വെക്കാൻ പോണോ? എടേ ഞാൻ കൊണ്ടുവച്ച് അങ്ങനെ ആലോചിക്കണ്ടേ എന്തിനു ചെയ്യട്ടെന്ന്, എന്തിനു പറയാനും നോക്ക്. ഈ ചിക്കൻ കറിയാ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വീട്ടിലോട്ട് വരായിരുന്നു. വാടാ ചേനക്കറി കഴിക്കാടാ. ചേനക്കറിയോ? വേണ്ട അങ്കിളെ, ഇപ്പൊ ഞാൻ വരല്ല. എനിക്ക് ഇവിടെ കുറച്ച് ബിസി പരിപാടി ഉണ്ട്. മക്കള് പറഞ്ഞെങ്കിൽ വാടാ. എന്നാ പിന്നെ വരട്ടാ. തിരക്കാണെങ്കിൽ വേണ്ട, വരണമെങ്കിൽ വാ. അല്ലല്ല ഇല്ല അങ്കിളെ, ഞാൻ വരണില്ല, തിരക്കാണ്. ഭയങ്കര തിരക്കാടാ. അവിടെ ആരെങ്കിലും ഉണ്ടാടാ? പിള്ളേര് വല്ലതും? ഏത് പിള്ളേര്? ഇവിടെ പാറ ഉണ്ടാന്ന്. ഓ പാറോടുണ്ട്. വെച്ചിട്ട് പോ. ശരി, ജോലി എടുക്കണം, പോ. ശരി. ആരാടാ? ഭാസിയാണോ? പിന്നല്ല, പിന്നെ വേറെ ആര്? മുമു, ബാസ്യങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ ചേനയും കൊണ്ടാണ് പോണേന്ന്. ഞാൻ ഇപ്പൊ ചോദിച്ചു ചേന കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പോണം അങ്കിളേന്ന്. അവിടെ കിടന്ന് തപ്പി തപ്പി തടഞ്ഞ് തറ കിടന്ന് മെഴുവാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറിക്കാൻ വിദഗ്ധനാ. തന്നെടേ തന്നെ. അതിന്റെ ഇടയ്ക്ക് കയറി അഡ്വാൻസ് ചെയ്യണ്. ഞാൻ ചോദിച്ചു ചിക്കൻ കറി ഉണ്ടോന്ന് ഞാൻ ഇപ്പൊ ചോദിച്ചില്ലേ? അല്ലടാ ചേനക്കറി ഉണ്ട്, നീ വേണമെങ്കിൽ വീട്ടിലോട്ട് വാ എന്നൊക്കെ. ഞാൻ പറഞ്ഞു വരല്ലെന്ന് പറഞ്ഞു. ഞാൻ വിളി കേട്ടാ അറിയാം. എവൻ വീട്ടിലോട്ട് വരല്ലേ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഇനി പുഷ്പലത വന്നു കാണുമോ? ഏയ് അതിന് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അഥവാ പുഷ്പലതാൻറ്റി വന്നാലും നമ്മളെ ഇവിടെ വന്ന് ആദ്യം കാണും. ഇങ്ങനെ ബാസ്യങ്ങൾ തടഞ്ഞാലും നിൽക്കൂല. അത് കറക്റ്റാ. പിന്നെന്തിനാ അവൻ കല്യാണ വാർഷികത്തിന് കേക്കൊക്കെ മേടിച്ചോണ്ട് പോയത്? അത് തന്നെ അമ്മ ഞാൻ ആലോചിക്കണേ. അവൻ പിന്നെ ആളിനെ ആടാക്കാനും ആടിനെ പട്ടിയാക്കാനും ഒക്കെ മിടുക്കനാന്നല്ലോ. கேசு, அப்படின்னா நமக்கு அவர் வீட்டுல போலாமா? അത് നന്നായിരിക്കും കേട്ടാ.
ഞാൻ കേക്ക് കഴിച്ചിട്ട് കുറെ നാളെ. കേശേട്ടാ നമുക്ക് രണ്ടുപേർക്കും പോവാം. രണ്ടുപേർ കൂടെ പോയാൽ ശരിയാവില്ല. പോണെങ്കിൽ എല്ലാവരോടും ഒരുമിച്ചെന്ന് കയറണം, എന്നാലേ ബാസ്യങ്ങൾ ഞെട്ടുള്ളൂ. கேசு அது நீ சொன்னது கரெக்ட் தான். நம்ம எல்லாருமா சேர்ந்து வெட்டிங் ஆனிவர்சரி நாள்ல போய் அவர் முன்னாடி நிக்கும் போது அவரு ஆச்சரியப்படுவாரு. പക്ഷെ നമ്മള് സൂക്ഷിച്ചു വേണം പോവാൻ. ചുറ്റിനും കണ്ണാണ്. പ്രത്യേകിച്ച് വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതിനെ കൊണ്ടും വെച്ചോണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ. അത് ഉറപ്പാ. മുമ്മോ ഇത് പറയണേ, നമുക്ക് കുറച്ച് കഴിയുമ്പോ ഇറങ്ങിയല്ലേ? പോവാം. പോവാ. போலாம். എന്നാലും ഏത് ഫ്ലേവർ കേക്കാണ് മേടിച്ചെന്ന് അറിഞ്ഞൂടല്ലേ? എന്തായാലും പോയേക്കാം. അവൻ എന്താ അവിടെ പരിപാടി നമുക്കൊന്നറിയാമല്ലോ. അത്